ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കാര്യങ്ങളിലൊക്കെ ലീഗ് ഇടപെടുന്നു എന്നുള്ള ഒരു വർത്തമാനമൊക്കെ ഏറെക്കാലമായിട്ട് നിൽക്കുന്നതാണ്. അത് ലീഗിൻ്റെ ഒരു വലിയ സ്വാതന്ത്ര്യമായിട്ടാണ് കാണുന്നത്. ആ ലീഗിനെ ഒതുക്കി നിർത്തുമോ, അതോ താക്കീത് ചെയ്യുമോ, അതോ ലീഗിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുമോ? ലീഗിനെ ഒതുക്കിയാൽ ലീഗ് കോൺഗ്രസിനെ ഒതുക്കും. അതുകൊണ്ട് സൂക്ഷിച്ചേ കളിക്കുള്ളൂ. പക്ഷേ ഹൈക്കമാൻഡ് സ്വല്പം പരിഭവത്തിലായിട്ടുണ്ട്. കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ ലീഗ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള അത് നിശ്ചയിക്കാനുള്ളൊരു പട്ടം തങ്ങൾക്ക് വേണമെന്ന് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതായത് ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിനെ കൊണ്ട് വരട്ടെ, അന്നേരം ഞങ്ങൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും കൊണ്ട് വരട്ടെ, അന്നേരം ഞങ്ങൾ പറയാം വി.ഡി. സതീശൻ്റെ കാര്യം എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ വരെ തയ്യാറാണെന്നുള്ള മട്ടിലാണ് അവരുടെ പോക്ക്. അതിൽ മുഴുവൻ MLA-മാരും പാണക്കാടേക്ക് എത്താൻ ഇപ്പോൾ തിട്ടൂരം കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും. ഇതൊരു ഭീഷണി മാത്രമാണ്. പക്ഷേ ഭീഷണിയാണെങ്കിലും കോൺഗ്രസിൽ അത് പേടിക്കും, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് പേടിക്കും. കാരണം ലീഗ് ഇപ്പോൾ 22 പേരെയും കൊണ്ട് ഇടതുമുന്നണി പോയിട്ടും ഒരു കാര്യമില്ല. അതെ, യാതൊരു പ്രയോജനമില്ല. 57 ആവുള്ളൂ. അപ്പോൾ യാതൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ലീഗിൻ്റെ ഭീഷണിയിൽ വഴങ്ങേണ്ട കാര്യം കോൺഗ്രസിനില്ല. പക്ഷേ കോൺഗ്രസ് അല്പം വഴങ്ങും. പക്ഷേ വി.ഡി. സതീശനെ ആക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത്രയും MLA-മാർ അനുകൂലിച്ചിരിക്കുന്നത് കെ.സി.യാണ്. രണ്ടും കെട്ട പരുവത്തിലാണ്. ലീഗിന് തൻ്റെ ബലം കാണിക്കുകയും വേണം. തങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ തന്നെ വരണമെന്നാണ് അവരുടെ ആഗ്രഹം. തങ്ങൾക്ക് കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. 10 വർഷം പച്ച തൊടാതെ നിന്നതാണ് ഭരണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം. കടുത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടാനുണ്ട്. ആ നേടണമെങ്കിൽ കടുത്ത നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെ വേണം. ആ മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വി.ഡി. സതീശനെ എത്രത്തോളം ഹൈക്കമാൻഡ് റെക്കമെൻഡ് ചെയ്യുമെന്നുള്ളത് അറിയില്ല. കാരണം ഹൈക്കമാൻഡിനെ കവച്ചു വയ്ക്കാൻ വി.ഡി. സതീശൻ നീങ്ങുന്നു, തെരുവിൽ യുദ്ധം നടത്തുന്നു, ജനങ്ങളെ ഇറക്കി വിടുന്നു, പ്രവർത്തകരെ ഇറക്കി വിടുന്നു എന്നൊക്കെയുള്ള പരാതി ഹൈക്കമാൻഡിൽ വലുതായി വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി രോഷാകുലനാണ്. രാഹുൽ ഗാന്ധി ഇപ്പം കുറച്ചുകൂടെ ശക്തമായി നിൽക്കുകയാണ് അച്ചടക്കം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് രോഷാകുലനായി നിൽക്കുകയാണ്. അതിൽ ഒരുപക്ഷെ മുകുൾ വാസനിക്കിൻ്റെയും അജയ് മാക്കൻ്റെയും ഒക്കെ പ്രേരണ കാണും, ദീപാദാസ് മുൻഷിയുടെയും പ്രേരണ കാണും. അച്ചടക്കമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലുള്ളൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കേരളത്തിന് കൊടുക്കണോ? പിന്നൊന്ന് പ്രശ്നം, ലീഗ് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചാൽ അത് BJP-യുടെ സ്വർണ്ണകാലം. അതെ, യാതൊരു സംശയവും വേണ്ട. BJP-ക്ക് വളരാനുള്ള മണ്ണ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണെന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാം, കേന്ദ്രത്തിലെ പലർക്കും അറിയാം. അതാണ് അവർ ഒന്ന് പതുങ്ങി കളിക്കുന്നത്, കെ.സി. അല്ലെങ്കിൽ രമേശ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അന്തിമ തീരുമാനം ഇപ്പോൾ സോണിയാഗാന്ധിക്ക് വിട്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ നെറുക്ക് രമേശിന് വീഴുമോ എന്നും പലരും സംശയിക്കുന്നു. സോണിയാഗാന്ധി ഒരിക്കലും ഒരു വാക്ക് കൊടുത്തല്ലോ. 21-ൽ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ 26-ലെ മുഖ്യമന്ത്രി താങ്കളാണ് എന്നൊരു വാക്ക് കൊടുത്തതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഈ കൗസല്യ കൈകൈകളുടെയൊക്കെ അവസ്ഥയിലാണ് ഇപ്പം ദശരഥനെ പോലെ നിൽക്കുകയാണ് കേന്ദ്ര ഹൈക്കമാൻഡ്. ഈ കൊടുത്ത വരം ഇനി എങ്ങനെ പാലിക്കും, അത് പാലിക്കുമ്പോൾ മറ്റേ ആളിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് അവരുടെ ഭയം. എന്തായാലും കോൺഗ്രസിന് ഒരു കാര്യം തീരുമാനിച്ചേ പറ്റൂ. ഇനി മുഖ്യമന്ത്രിയെ താമസിപ്പിച്ചുകൊണ്ട് പോയാൽ കേരളത്തിലെ ഭരണത്തിൻ്റെ എല്ലാ പ്രഭയും വന്നു. അപ്പോൾ തെരുവിലെ യുദ്ധം ആദ്യം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി 3 പേരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെരുവിൽ ആരും ഇറങ്ങരുത്, തെരുവിൽ ഇറങ്ങിയാൽ വിഷയം മാറും. ലീഗ് തെരുവിലിറങ്ങുകയില്ല, പക്ഷേ പാണക്കാടിരുന്ന് പണിയും. ഇതാണ് ഇപ്പോൾ ലീഗിൻ്റെ ഉദ്ദേശം. അങ്ങനെ പണിതില്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് ഭരണത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടുകയില്ല എന്ന് നമുക്ക് ഭയവുമുണ്ട്. പിന്നെ ഒന്ന്, ഇനി ആരെങ്കിലും മാറി വന്നാൽ പോലും അവർ തങ്ങളുടെ ശക്തി കണ്ട് ഒന്ന് ഒതുങ്ങണം. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വേറൊരാളെയാണ്, കെ.സി.യാണ് അല്ലെങ്കിൽ രമേശിനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ പാണക്കാട് വന്ന് തങ്ങളെ സാന്ത്വനിപ്പിക്കണം. അതും മറ്റൊരു ഗൂഢലക്ഷ്യവും കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മനസ്സില്ലാ മനസ്സോടെ ലീഗ് ചിലപ്പോൾ സമ്മതിച്ചേക്കാം.
ഈ സമ്മതമെല്ലാം ഒറ്റ ലക്ഷ്യത്തിലാണ്. കടുത്ത തീരുമാനങ്ങൾക്ക് പോകുന്നതിൻ്റെ കാരണം കടുത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അടുത്ത 5 വർഷത്തിനകം നടപ്പിലാക്കാനുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇത് കാത്തിരിക്കുന്നത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. അവർ തങ്ങളുടെ ഹിന്ദു ബേസ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ പരസ്പരം ശ്രമിക്കും. BJP തിരിച്ചു പിടിക്കാനല്ല, BJPക്ക് CPMലുള്ള ബേസ് കുറച്ചുകൂടെ ഇപ്പുറത്തോട്ടാക്കാനുള്ള ശ്രമം നടക്കും. തങ്ങളിൽ നിന്ന് BJPയിലേക്ക് പോയ വോട്ടുകൾ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുമെന്നുള്ളതായിരിക്കും CPMൻ്റെയും ലക്ഷ്യം. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയെ വെച്ച് ഇവരെല്ലാം ഒന്ന് തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കും താഴെത്തട്ടിൽ. ഇനി 29 വലിയൊരു അംഗം വരുന്നുള്ളൂ, അതൊരു ആശ്വാസമാണ്. അതിനിടയ്ക്ക് തങ്ങളുടെയൊക്കെ ആവനാഴിയിലെ അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടി വയ്ക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിപ്പോഴത്തെ മുതൽ തുടങ്ങിയില്ലെങ്കിൽ നടക്കില്ല എന്ന് CPMനറിയാം, BJPക്ക് അറിയാം. ലീഗ് അബദ്ധത്തിൽ ചെന്ന് ചാടാതെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ അകത്തിരുന്നുള്ള ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ലീഗ് തെരുവിലിറങ്ങിയാൽ അറിയാം. അല്പം ബലം ഉണ്ടായിരുന്നെങ്കിൽ ലീഗ് മറുപക്ഷത്തേക്ക് പോയേനെ. CPMന് 50 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ലീഗ് അപ്പുറം ചാടിയനെ. ഈ സന്ദർഭത്തിൽ 72 സീറ്റുമായിട്ട് അവിടെ പോയി ഭരിച്ചേനെ. CPM ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയും ചെയ്തേനെ. CPMനെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി എന്നുള്ള നിലയ്ക്ക് ലീഗ് വന്നാൽ ബാക്കിയെല്ലാം ഓക്കെ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള മുദ്രാവാക്യം. അവരുടെ പഠനത്തിലും അവർ കണ്ടെത്തിയതാണ് കുഴപ്പങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദമാഷ് വരെ ഉള്ളൂ, അതിനപ്പുറത്തോട്ടില്ല. നമ്മൾ രമയുടെ ഭർത്താവിനെ പിന്നെ TP ചന്ദ്രശേഖരനെ വധിച്ചപ്പോൾ ഒരു കണ്ടെത്തൽ നടത്തി. കുഞ്ഞനന്തനോളം വരെ അതിൻ്റെ കുറ്റങ്ങളുടെ പോക്കുള്ളൂ, അതിനപ്പുറത്തോട്ട് പോകില്ല. അതുപോലെ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ വന്നിരിക്കുന്ന താറുമാറുകളുടെയും പ്രശ്നങ്ങളുടെയും പാർട്ടിയുടെ അധോഗതിയുടെയും എല്ലാം കുഴപ്പത്തിൻ്റെ അവസാന ലിമിറ്റ് ഗോവിന്ദമാഷാണ്. അതിനപ്പുറത്തോട്ട് ആർക്കും ഇല്ല എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ. അപ്പോൾ അത് അവിടെ അവരത് വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു അവസരം 50 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ലീഗ് വഴി കിട്ടിയേനെ. പക്ഷെ അതില്ലാത്തത് വലിയ കഷ്ടമായിപ്പോയി. അത് ജനങ്ങൾ അറിഞ്ഞാണ് കൊടുക്കാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി ഒരു അന്തഃഛിദ്രം ഉണ്ടാകുന്ന ഒരു മന്ത്രിസഭ ഇവിടെ പറ്റില്ല. 5 ലക്ഷം കോടിയുടെ കടക്കണി പൂച്ച ഖജനാവിൽ പെറ്റുകിടക്കുന്നു എന്ന് മാത്രമല്ല, പെറ്റുകിടക്കുന്ന പൂച്ചയ്ക്ക് വറ്റ് തിന്നാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കരകയറ്റി എടുക്കാനാണ് കോൺഗ്രസിനെ UDFനെ വലിയ ശക്തി കൂടുതൽ അധികാരത്തിൽ എത്തിച്ചത് 102 സീറ്റ്. പക്ഷെ അതിപ്പം തെരുവിൽ കൊണ്ടിട്ട് ഉടയ്ക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇപ്പം മുഖ്യമന്ത്രിയിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയായിരിക്കും? KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പം സണ്ണി ജോസഫ് മാറുമല്ലോ, ഒരു മന്ത്രിയാവുമല്ലോ. അപ്പം KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം, അതെങ്ങനെ വരും? അതിലെന്തെല്ലാം നാടകങ്ങൾ നടക്കും? ഇനി ഇപ്പം ജയിച്ചു വന്ന MLA-മാരിൽ പലരും പാർട്ടി സ്ഥാനങ്ങൾ ഒഴിയും. അവിടെ നടക്കുന്ന കടിപിടികൾ എത്രത്തോളമായിരിക്കും? ഇതെല്ലാം നാടകമേ ഉലകം എന്ന രീതിയിൽ നമ്മൾ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.